ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ പ്രതിദിന രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് കേവലം സമയത്തിന്റെ കണക്കല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഊർജവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. ഗ്രഹങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ പഞ്ചാംഗം പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമന്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ശനിയാഴ്ച, 2026 ജൂലൈ 18. ഇന്ന് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി തിഥിയാണ്. ജ്ഞാനവും ബുദ്ധിയും വർദ്ധിപ്പിക്കാൻ പഞ്ചമി തിഥി വളരെ ഉത്തമമാണ്. ഉത്രം നക്ഷത്രമാണ് ഇന്ന്. ഇത് നേതൃഗുണങ്ങൾ വളർത്താൻ സഹായിക്കുന്നു. ഇന്ന് വൈകുന്നേരം 7:23 വരെ പരിഘയോഗമുണ്ടാകും. സൂര്യോദയം രാവിലെ 5:51 സൂര്യാസ്തമയം വൈകുന്നേരം 7:15 രാവിലെ 9:12 മുതൽ 10:53 വരെ രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:07 മുതൽ 12:59 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേഡം രാശിക്കാരെ, ഇന്ന് ജൂലൈ 18, ശനിയാഴ്ച. ചന്ദ്രൻ ഇന്ന് ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലെ പല തീരുമാനങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറാൻ സാധ്യതയുണ്ട്. ഇന്ന് ജോലിസ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിയും. ഇത് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നൽകും. എന്നാൽ നിങ്ങളുടെ ജോലിയിൽ പൂർണ്ണത വരുത്താൻ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്താൻ മറക്കരുത്. നിങ്ങളുടെ കഠിനാധ്വാനം മേലധികാരികളെ തൃപ്തിപ്പെടുത്തും. ഇന്ന് നിങ്ങൾ എല്ലാവരോടും വളരെ ദയോടും സ്നേഹത്തോടും കൂടി പെരുമാറും. ഇത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. പ്രകൃതിയുമായി അല്പസമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള ഇന്നത്തെ പ്രത്യേക നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നല്ല ദിവസമാണ്. നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിക്കും. പരീക്ഷകൾക്കോ പ്രോജക്റ്റുകൾക്കോ തയ്യാറെടുക്കുന്നവർക്ക് ഇന്ന് മികച്ച ഫലങ്ങൾ ലഭിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ സന്തോഷകരമായ ദിവസമാണ്. പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ മാറാൻ സഹായിക്കും. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. വീടിന്റെ അന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് വലിയ അവസരങ്ങൾ വന്നെത്തും. നിങ്ങളുടെ ആശയങ്ങൾ മേലധികാരികൾ അംഗീകരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ന് നല്ല പുരോഗതി കാണുന്നുണ്ട്. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. ശനിയുടെ സ്വാധീനം ഉള്ളതിനാൽ അമിതമായ അധ്വാനം ഒഴിവാക്കി വിശ്രമിക്കാൻ ശ്രമിക്കുക. ഇന്ന് ഒരു നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് രാവിലെ തന്നെ തുടങ്ങുക. പ്രകൃതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത്, ഉദാഹരണത്തിന് ഒരു ചെടി നടുന്നത്, നിങ്ങൾക്ക് വലിയ ഊർജം നൽകും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിലെ ജ്യോതിഷികളുടെ അഭിപ്രായത്തിൽ ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്വാധീനമുള്ളതിനാൽ മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനം ശീലിക്കുക. സുഹൃത്തുക്കളെ, ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിലേക്കെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. ഈ ചാനലിനെ പിന്തുണയ്ക്കുന്നതിനായി വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവനയായി നൽകുക. അതിന് സാധിക്കാത്തവർ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം കൊണ്ടുവന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രത്യേക നിറം ഏതാണ്?
നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ചന്ദ്രൻ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വളരെ ശുഭകരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ നിങ്ങളെടുത്ത പ്രത്യേക പരിശ്രമങ്ങൾ ഫലം കണ്ടു എന്നത് നിങ്ങൾക്ക് വലിയൊരു സന്തോഷവാർത്തയാണ്. ഇതിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ തിരിച്ചറിയുകയും അത് വിലമതിക്കുകയും ചെയ്യും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഇടയിൽ പരസ്പര ധാരണ വർദ്ധിക്കുകയും എല്ലാവരും തമ്മിൽ കൂടുതൽ ഒത്തൊരുമയോടെ മുന്നോട്ടു പോകുകയും ചെയ്യും. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികളുടെ അഭിപ്രായപ്രകാരം നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നല്ല പരിശ്രമങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ പ്രണയജീവിതത്തിൽ വലിയ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. അതിനാൽ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുക. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്ന ഈ സ്നേഹം ആസ്വദിക്കുക. നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിന്റെ ശക്തമായ സാന്നിധ്യമുള്ളതിനാൽ ഈ വർഷം വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിങ്ങൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ ഒരു വിശുദ്ധ വസ്തുവോ അല്ലെങ്കിൽ രത്നമോ കൂടെ കരുതുന്നത് സമാധാനവും സ്നേഹനിർഭരമായ ഊർജവും വീണ്ടെടുക്കാൻ നിങ്ങളെ സഹായിക്കും. പ്രിയ മിഥുനം രാശിക്കാരെ, നിങ്ങളിൽ പലരും ഇന്ന് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ചന്ദ്രൻ ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതുവരെ നിങ്ങൾക്ക് അസ്വസ്ഥതയും മനസ്സമാധാനക്കുറവും അനുഭവപ്പെടാം. ഇന്ന് നിങ്ങളുടെ ചെലവുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്തപക്ഷം അത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിച്ചേക്കാം എന്ന് താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ മുന്നറിയിപ്പ് നൽകുന്നു. കൂടുതൽ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുക. കാര്യങ്ങൾ ശുഭകരമായി അവസാനിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾക്ക് തുണയാകും. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം മാവ് അഥവാ ഇളം വയലറ്റ് നിറമാണ്. ഉച്ചയ്ക്ക് 3:30 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയം ഏറ്റവും മികച്ച ഫലങ്ങൾ നൽകും. അതിനാൽ നിങ്ങളുടെ കൂടിക്കാഴ്ചകൾ അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യുക. ഈ വർഷം വ്യാഴം വികാസത്തെ നയിക്കുന്നതിനാൽ ഐശ്വര്യം ആകർഷിക്കാൻ ഒരു വിശേഷപ്പെട്ട വസ്തുവോ രത്നമോ കൈവശം വയ്ക്കുന്നത് ഉചിതമായിരിക്കും. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, ചിങ്ങം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം പുതിയ കഴിവുകൾ ആർജിക്കാനും അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ച് അറിവ് നേടാനും നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങളിൽ പലർക്കും ഇന്ന് ആത്മവിശ്വാസം വർദ്ധിക്കുകയും വളരെ ഉന്മേഷത്തോടെ ഇരിക്കുകയും ചെയ്യും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങളുടെ മനസ്സ് ഇന്ന് വളരെ സജീവമായിരിക്കും. ഇത് നിങ്ങളുടെ അറിവിന്റെ ചക്രവാളങ്ങൾ വികസിപ്പിക്കാൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകൾ മൂർച്ച കൂട്ടാൻ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണിത്. കാരണം ഇത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. വൈകുന്നേരം 4:30 മണി മുതൽ 5:30 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്കായി ഇന്ന് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഈ വർഷം വ്യാഴത്തിന്റെ ശക്തമായ സ്വാധീനമുള്ളതിനാൽ ആന്തരിക സമാധാനം നിലനിർത്താൻ ഒരു വിശുദ്ധ വസ്തുവോ അല്ലെങ്കിൽ രത്നമോ എപ്പോഴും കൂടെ കരുതുക. പ്രിയപ്പെട്ട ചിങ്ങം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും തമ്മിലുള്ള ചെറിയ തർക്കങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയെ ബാധിച്ചേക്കാം. എല്ലാവരും അസ്വസ്ഥരായി കാണപ്പെടുന്നതിനാൽ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കാൻ വളരെ ശ്രദ്ധയോടെ പെരുമാറുന്നത് നല്ലതാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ ബന്ധങ്ങൾ ഉടൻ തന്നെ സാധാരണ നിലയിലാകും. പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊന്നും മറന്നുപോകുന്നില്ലെന്നും ഉത്സാഹത്തോടെ തുടരാൻ വഴികൾ കണ്ടെത്തുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയം നിങ്ങളുടെ ഭാഗ്യസമയമായതിനാൽ പ്രധാനപ്പെട്ട ജോലികൾ ഈ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ആസൂത്രണം ചെയ്യുക. ബാക്കി സമയങ്ങളിൽ തവിട്ടുനിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഈ വർഷം രാഹുവിന്റെ ശക്തമായ സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ഒരു വിശുദ്ധ വസ്തുവോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രത്നമോ കൂടെ കരുതുന്നത് ഉചിതമായിരിക്കും.
പ്രിയ കന്നി രാശിക്കാരെ, ചിങ്ങം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ഇന്ന് നിങ്ങളിൽ ചിലർക്ക് അകാരണമായ ഭയം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നതനുസരിച്ച് നിങ്ങൾ അനാവശ്യമായ തർക്കങ്ങളിൽ അകപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുകയും ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയും ചെയ്യുക. ജീവിതയാത്രയിൽ ചെറിയ തടസ്സങ്ങൾ ഇന്ന് ഉണ്ടായേക്കാം. ഇത് നിങ്ങളെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുകയും ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്തേക്കാം. തർക്കങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും നിങ്ങളുടെ ഭാഗം വ്യക്തമായി പറയുകയുമാണ്. അതാണ് ഏറ്റവും ഉചിതമായ കാര്യം. ഇന്ന് ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. വൈകുന്നേരം 6:30 മണി മുതൽ 7:30 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമാണ്. ഈ വർഷം ശനി ഗ്രഹത്തിൻ്റെ ശക്തമായ സ്വാധീനമുള്ളതിനാൽ ഒരു പ്രത്യേക രത്നമോ അല്ലെങ്കിൽ ലോഹമോ ധരിക്കുന്നത് ഈ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. പ്രിയ തുലാം രാശിക്കാരെ, ചിങ്ങം രാശിയിലെ ചന്ദ്രൻ്റെ സ്ഥാനം നിങ്ങളെ നൂതനമായ കാര്യങ്ങൾ ചെയ്യാനും പുതിയ പരീക്ഷണങ്ങൾക്കും പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ ഏത് പരിശ്രമങ്ങളിലും മുന്നേറാൻ, പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ദിവസമാണിന്ന്. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ താൽപ്പര്യമുള്ളതിനാൽ മറ്റുള്ളവരുടെ ആശയങ്ങൾ കേൾക്കാനും അവ സ്വീകരിക്കാനും നിങ്ങൾ ഇന്ന് കൂടുതൽ സന്നദ്ധനായിരിക്കും. നിങ്ങളുടെ പരിധികൾ ലംഘിച്ച് പ്രവർത്തിക്കുന്നത് കൗതുകകരമായ ഫലങ്ങൾ നൽകിയേക്കാം. അതിനാൽ എന്തുകൊണ്ട് അത് പരീക്ഷിച്ചുകൂടാ? രാവിലെ 10 മണി മുതൽ 11 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്നു. പിങ്ക് നിറമാണ് ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം. 2026-ലെ ശനിയുടെ ശക്തമായ ഊർജ്ജത്തെ സന്തുലിതമാക്കാൻ ഒരു പ്രത്യേക രത്നമോ അല്ലെങ്കിൽ പൂജാവസ്തുവോ കൂടെ കരുതുന്നത് നന്നായിരിക്കും. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, നിങ്ങളോട് അസൂയയോ മറ്റ് നെഗറ്റീവ് വികാരങ്ങളോ വെച്ചു പുലർത്തുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ടായേക്കാം. അതിനാൽ ശ്രദ്ധിക്കുക. ചിങ്ങം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കൊണ്ടുവന്നേക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അതിനാൽ അവരുടെ ദേഷ്യത്തെ ആളിക്കത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ജോലിയും സുരക്ഷിതമായിരിക്കും എന്ന് താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ പറയുന്നു. നിങ്ങളുടെ വീടിന്റെ തെക്കുപടിഞ്ഞാറ് മൂലയിൽ സൂര്യകാന്തിപ്പൂക്കൾ വെക്കുന്നത് ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജി ആകർഷിക്കാൻ സഹായിക്കും. പരമാവധി നേട്ടങ്ങൾക്കായി ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട ജോലികൾ മാറ്റിവെക്കുന്നത് ഒഴിവാക്കുക. ഈ വർഷം ശനിയുടെ തീവ്രമായ സ്വാധീനം ഉള്ളതിനാൽ വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഒരു പ്രത്യേക രത്നം ധരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു വിശുദ്ധ വസ്തു കൂടെ കരുതുന്നതോ നല്ലതാണ്. പ്രിയപ്പെട്ട ധനുരാശിക്കാരെ, കുടുംബപരമായ കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങളോ അപ്രതീക്ഷിതമായ പ്രതിസന്ധികളോ നേരിടുന്നുണ്ടെങ്കിൽ ചിങ്ങം രാശിയിലെ ചന്ദ്രൻ്റെ സ്ഥാനം ഇന്നൊരു പരിഹാരത്തിലേക്ക് നയിച്ചേക്കാം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങളുടെ മാതാപിതാക്കളുമായും പ്രിയപ്പെട്ടവരുമായും ഉള്ള തെറ്റിദ്ധാരണകൾ നീങ്ങിത്തുടങ്ങും. വ്യക്തമായ ആശയവിനിമയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിലനിൽക്കുന്ന അകൽച്ചയും പിണക്കങ്ങളും ഇല്ലാതാകുമെന്ന് ഞങ്ങളുടെ ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നു. ഇന്ന് വൈകുന്നേരം 4:15 മുതൽ 5:15 വരെയുള്ള സമയം ഈ ദിവസത്തെ ഏറ്റവും ഭാഗ്യകരമായ സമയമാണ്. ആശയവിനിമയത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഇന്ന് പർപ്പിൾ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഈ വർഷം വ്യാഴത്തിൻ്റെ സ്വാധീനം വളരെ ശക്തമാണ്. അതിനാൽ പുതിയ അവസരങ്ങളെ സ്വാഗതം ചെയ്യാൻ ഒരു വിശേഷപ്പെട്ട വസ്തു കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രത്നം ധരിക്കുകയോ ചെയ്യുന്നത് ഉചിതമായിരിക്കും. പ്രിയ മകരം രാശിക്കാരെ, ചിങ്ങം രാശിയിൽ ചന്ദ്രൻ്റെ സ്വാധീനമുള്ളതിനാൽ ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പ്രായോഗികവും യുക്തിസഹവുമായ കാര്യങ്ങൾ നിങ്ങളെ ആകർഷിക്കുന്നതിനാൽ നിങ്ങളെ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ഒരു പ്രത്യേക സംഭവമോ അനുഭവമോ നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റിയേക്കാം. കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്ന ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിലും നല്ല സ്വാധീനം ചെലുത്തും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടത്തിന് തുടക്കം കുറിച്ചേക്കാം. അവിടെ നിങ്ങൾ ആഗ്രഹിച്ച ചില ലക്ഷ്യങ്ങൾ ഒടുവിൽ കൈവരിക്കാൻ സാധിക്കും. ഇന്ന് പുതിയ ഒരാളെ പരിചയപ്പെടാൻ സാധ്യതയുണ്ട്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം
ഉച്ചയ്ക്ക് 3 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഐശ്വര്യത്തിൻ്റെ നിറമായ പർപ്പിൾ അഥവാ വയലറ്റ് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാഹുവിൻ്റെ ശക്തമായ സ്വാധീനം ഉള്ളതിനാൽ ഊർജം ശുദ്ധീകരിക്കുന്നതിനായി ഒരു പ്രത്യേക രത്നമോ അല്ലെങ്കിൽ പൂജിച്ച വസ്തുവോ കൂടെ കരുതുന്നത് ഉത്തമമാണ്. പ്രിയപ്പെട്ട കുംഭം രാശിക്കാരെ, അധികാരത്തിലുള്ള ആളുകളുമായി യാതൊരുവിധ തർക്കങ്ങളിലും ഏർപ്പെടരുത്. കാരണം ചിങ്ങരാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കാൻ അനുകൂലമായ ദിവസമല്ല. സർക്കാർ വകുപ്പുകളുമായുള്ള ഇടപാടുകൾ അല്പം പ്രയാസകരമായി മാറിയേക്കാം. കാര്യങ്ങൾ സുഗമമായി നടക്കാൻ ക്ഷമയും ജാഗ്രതയും പാലിക്കുക. കാലതാമസങ്ങൾ നിങ്ങളുടെ പദ്ധതികളെ തടസ്സപ്പെടുത്തുമെന്ന് താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ മുന്നറിയിപ്പ് നൽകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥ തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ അത് ഉന്നത അധികാരികളെ അറിയിക്കുക. അത് കാര്യങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കും. നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ നാരങ്ങയുടെ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനായി ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം ഒഴിവാക്കുക. കാരണം ഈ സമയം നിങ്ങൾക്ക് അശുഭകരമായിരിക്കും. 2026-ൽ നിങ്ങളുടെ പാതയിൽ ശനിഗ്രഹത്തിന് നിർണായക സ്വാധീനമുള്ളതിനാൽ സ്ഥിരത നിലനിർത്താൻ ഒരു പ്രത്യേക രത്നമോ അല്ലെങ്കിൽ പൂജിച്ച വസ്തുവോ കൈവശം വയ്ക്കുക. പ്രിയപ്പെട്ട മീനം രാശിക്കാരെ, ചന്ദ്രൻ ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അത് നിങ്ങളുടെ പ്രണയജീവിതത്തെ സ്വാധീനിച്ചേക്കാം. ഇന്ന് പെട്ടെന്നൊരു നിമിഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ കണ്ടുമുട്ടാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ ബന്ധം നിലനിർത്താൻ അതീവ ശ്രദ്ധ പുലർത്തുക. തിടുക്കം കാണിക്കരുത്. പകരം ആദ്യം നല്ല സുഹൃത്തുക്കളായിരിക്കാനും പരസ്പരം മനസ്സിലാക്കാൻ ആവശ്യമായ സമയം നൽകാനും ശ്രമിക്കുക. വിവാഹിതരായ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം പ്രണയപൂർണ്ണമായിരിക്കും. സമാധാനപരമായ ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ബന്ധത്തിന് കൂടുതൽ മാധുര്യം പകരാൻ ഒരു ഡിന്നർ ഡേറ്റ് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളോ വസ്തുക്കളോ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് ഗുണകരം കൂടാതെ ഭാഗ്യം ലഭിക്കുന്നതിനായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ചെയ്യാൻ ശ്രമിക്കുക. ഈ വർഷം ശനിഗ്രഹത്തിൻ്റെ ശക്തമായ സ്വാധീനത്തെ ക്രമപ്പെടുത്താൻ ഒരു പ്രത്യേക രത്നമോ അല്ലെങ്കിൽ യന്ത്രമോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും.